കൂട്ടുകാരെ, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇല്ലിക്കമ്മൽ രാവിലെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഒരു രസമില്ല കേട്ടോ. കുറേ നേരം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും, ഇത് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ 2 അതിഥികൾ എത്തിയിട്ടുണ്ട്. ഒച്ച കേൾക്കാമല്ലോ അല്ലേ, 2 മൈനകൾ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരും, മുറ്റത്തുള്ളൊക്കെ കൊത്തിപ്പെറുക്കി തിന്നും. അപ്പോൾ ഇവരുടെ ശബ്ദം കേൾക്കുമ്പോൾ നല്ലൊരു രസമാണേ, ഭയങ്കര ശബ്ദമാണ്. അതിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എവിടുന്നോ വന്നിരിപ്പുണ്ട് 2 പേരും കേട്ടോ. അപ്പോൾ നേരെ അടുക്കളയിട്ട് ഓടി. എന്ത് കറി വെക്കുന്നതെന്ന് നോക്കിയപ്പോൾ ഇതേ കുമ്പളങ്ങ ഇരിപ്പുണ്ട് കേട്ടോ. അമ്മ വീട്ടിൽ നിന്ന് തന്നു വിട്ടാണ് ഈ കുമ്പളങ്ങ. ഔഷധ ഗുണമുള്ള ചെറിയ ടൈപ്പ് കുമ്പളങ്ങയാണ്, വലുതല്ല. അപ്പോൾ അത് മോര് കറി വെക്കാമെന്ന് വിചാരിച്ച് അതെല്ലാം അരിഞ്ഞ് മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് മൂടി വെച്ചു. തൊട്ടടുത്ത അടുപ്പയിൽ ചെറുപയർ വെച്ചിട്ടുണ്ട്. അപ്പോഴവർക്കുന്ന മുറ്റത്ത് കാപ്പിക്കുരു ഇട്ടില്ലല്ലോ ഒന്ന്. കാപ്പിക്കുരുവൊക്കെ ഒന്ന് നേരത്തെ ഇട്ടു, കുറച്ചേ ഉള്ളൂ, എന്നാലും ഉള്ളതായല്ലോ. പിന്നെ ചെടികളെയൊക്കെ നോക്കാൻ പോയി. എല്ലാം ഇങ്ങനെ വെള്ളം തെളിച്ച മതി ഇരിപ്പുണ്ട്. രാവിലത്തെ മഞ്ഞിൻ്റെ ആണേ, നോക്കി. തക്കാളിക്കൊക്കെ പൂ വന്നിട്ടുണ്ട്, പക്ഷെ പിടിക്കില്ലെന്ന് അറിയില്ല കേട്ടോ. മുളകിനും പൂ വന്നു, കായുമായിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷം എന്നറിയാം, രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെയൊക്കെ വന്ന് നോക്കുമ്പോൾ. പിന്നെ നേരെ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ അടുത്തോട്ട് പോയി. 2-3 പഴുത്തിരിപ്പുണ്ട്, അതെങ്ങനെ പറിക്കുമെന്നാണ്. നീളമുള്ള തോട്ടി വേണം. അപ്പോൾ അത് എവിടെന്നെങ്കിലും ഒരു തോട്ടി ഉണ്ടാക്കണം, വല്ല കാപ്പി മരത്തിൽ നിന്ന് ഉണ്ടാക്കണം എന്ന് ഓർത്തിരിക്കുകയാണേ. അപ്പോൾ മഴയൊക്കെ മാറിയപ്പം എല്ലാ കായും പിടിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് മണ്ടലോട്ട് റബ്ബറൊക്കെ കയറി മണ്ടലോട്ട് പോയി. ഇനിയിപ്പോൾ ഇത് പഴുത്ത് താഴെ വീഴുമ്പോൾ താഴത്തെ വീടിൻ്റെ മുറ്റത്തൊക്കെ ആയിരിക്കും വീഴുന്നത്. ആ റബ്ബറല്ല കേട്ടോ അത്, കണ്ടോ, അങ്ങനെ വീഴും. അപ്പോൾ ഇത് 2 പ്രശ്നക്കാരെത്തിയിട്ടുണ്ട്. കരിയിലപ്പട. നിങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ അതിനെ എന്താ പറയുക? ഈ കരിയിലക്കകത്ത് ഇങ്ങനെ ഇരുന്ന് ചിലക്കി ഒച്ചപ്പാടുമൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇതിനെ കരിയിലപ്പട എന്ന് വിളിക്കുന്നത് കേട്ടോ. കരിയിലയുടെ കളറാണ്, എപ്പോഴും ഇങ്ങനെ ഒച്ച വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നോക്കുമ്പോൾ താഴത്തെ ഡോറ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ പിന്നെ ഓൾ ടൈം അങ്ങനെയാണ്, ഏത് നേരം കരച്ചിലും മകളവും. ഞാൻ ഒരു രസത്തിന് അവളെ വിളിച്ചു, ഡോറായേ എന്ന് വിളിച്ച് കഴിഞ്ഞപ്പോൾ അതേ നോക്കിയിരിക്കുന്നുണ്ടോ. ഇതിപ്പോൾ ഞാൻ വീടിക്ക് വോയിസ് എടുക്കുന്ന സമയത്തും ഇടയ്ക്കൊക്കെ കരയുന്നുണ്ടായിരുന്നു, ചുമ്മാ ഒരു കാര്യം. പിന്നെ പറമ്പിലോട്ട് ഇറങ്ങി കേട്ടോ. ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അപ്പം വന്ന് ഇതെല്ലാം വെട്ടിക്കളഞ്ഞതാണ് മെഷീൻ വെച്ച്. വീണ്ടും ഇതെല്ലാം ഉണ്ടായി. ഇതിനെന്തോ പന്ന എന്നങ്ങാണ്ടാണ് നമ്മുടെ ഇവിടെ പറയുന്നത്. ഇതിൻ്റെ പല രീതിയിലുള്ള ചെടിയുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഭൂമിക്കടിയിൽ വെള്ളം ഒഴുകുന്ന, അതിൽ ഇങ്ങനെ ഈ ഉറവയുള്ള സ്ഥലങ്ങളിലാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഉറവയുള്ള ഭൂമിയാണ്, സ്ഥലമാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ളത് മാത്രമേ ഈ ചെടി ഉണ്ടാകത്തുള്ളൂ. ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ അടുക്കളയിട്ട് ചെന്ന് കഴിഞ്ഞപ്പം നമ്മുടെ കറിക്കുള്ള സാധനമൊക്കെ വെന്ത് വരുന്നുണ്ട്. കുമ്പളങ്ങയും വെന്തു, ചെറുപയറും വെന്തു. പിന്നെ മോര് കറിക്കുള്ളതൊക്കെ നമ്മൾ ചിരണ്ടി, തേങ്ങയൊക്കെ ചിരണ്ടി അതിനുള്ളതൊക്കെ അരയ്ക്കാനുള്ളതൊക്കെ സെറ്റപ്പ് ആക്കി കേട്ടോ. പിന്നെ ചെറുപയർ കറി വെക്കാൻ വേണ്ടി കടുകൊക്കെ പൊട്ടിച്ചു, പത്തലമുളകൊക്കെ ഇട്ടു, കരിവേപ്പില ഇട്ടു. പിന്നെ മുളക് പൊടി, എരിവുള്ളതും ഇല്ലാത്തതാവാം കേട്ടോ, ഇട്ടൊന്ന് മൂപ്പിച്ച് നമ്മുടെ ചെറുപയർ അതിനകത്തൊന്ന് ഇട്ടു. ഈ ചെറുപയർ പുഴുങ്ങുന്ന സമയത്ത് ഉപ്പിട്ട് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും, ഞാൻ മറന്നു പോയിരുന്നു കേട്ടോ. പിന്നെ എല്ലാം കൊണ്ട് ഇളക്കി മിക്സാക്കി. അപ്പോൾ നമ്മൾ പണ്ട് പഠിക്കുന്ന കാലത്ത് ഓർക്കുന്നുണ്ടോ, ചെറുപയർ കറിയും ചാക്കരി ചോറും, ആ സ്മെല്ല് വരും കേട്ടോ. ചാക്കരി ചോറും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മണം. പിന്നെ മോര് കറി വെക്കാൻ വേണ്ടി ഇതേ കടുകിന് പകരം നമ്മൾ ഉലുവ പൊട്ടിച്ചു. പിന്നെ അരച്ച് വരച്ച് എല്ലാം കൂടി ഒന്നിട്ട് ഇളക്കി. വേവിച്ച് വെച്ച കുമ്പളങ്ങ അതിനകത്തിട്ട് കേട്ടോ. പിന്നെ തലേദിവസം മേടിച്ച് വെച്ച തൈരുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട. അതൊന്ന് ജസ്റ്റ് വിക്സിലിട്ടൊന്ന് അടിച്ചിട്ട് അത് ഒഴിച്ചു. അങ്ങനെ കുമ്പളങ്ങയൊക്കെ റെഡിയായി. പിന്നെ ഉപ്പ് ഇട്ട് കേട്ടോ, മറക്കല്ലേ. ഞാൻ പറയാൻ മറന്നുകൊണ്ടാണ്, ഇടാൻ മറന്നേക്കല്ലേ. പിന്നെ ചെറിയൊരു സിമ്പിൾ ചോറും കറിയൊക്കെ ആയിട്ട് ഇന്ന് ഒരിടം വരെ പോകാനുണ്ട്, അതുകൊണ്ടാണേ. അപ്പം കൊച്ചിന് മരുന്ന് മേടിക്കാൻ പോകുന്നതാണ് കേട്ടോ. ഹോമിയോയ്ക്ക് പോവാണ്.
നമ്മുടെ തൊട്ടടുത്താണേ. ആശുപത്രി ഡോക്ടറുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് അറിഞ്ഞ ദിവസമാണേ. നമ്മുടെ സഹോദരൻ ഷിബിച്ചേട്ടൻ നമ്മുടെ വാർഡിൽ ജയിച്ചിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. പിന്നെ ഇത് അവിടെ ഒരു വീട്ടിലാണ് നമ്മുടെ വണ്ടി ഇടുന്നത്. മൂത്തോളെ കൊണ്ട് ഇതേ വീട്ടിലോട്ട് ഇറക്കി കടലോട്ട് ഇറക്കി വിട്ടു. അവിടെ മമ്മിയുണ്ട്, മമ്മി നോക്കിക്കോളും. കുറച്ച് നേരം അവിടെ ഒരു രണ്ടും കൂടി വർത്താനം പറഞ്ഞിരിക്കും. ഞാൻ ശിവചേട്ടനെ കാണാൻ പറ്റുമോ എന്നറിയാൻ കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവരൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. നോക്കിയപ്പോൾ ഇതേ കപ്പ ഉണ്ട്, പിന്നെ പറയണ്ടല്ലോ, ഞാനത് കുറച്ച് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. കപ്പയുണ്ടെങ്കിൽ പിന്നെ മീനും വേണമല്ലോ. ഇതാണ് നമ്മുടെ വാഹനം. അങ്ങനെ അവിടെ ചെന്ന് ലാബിലൊന്ന് കയറണം, എന്നിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് പോവാൻ. ഇത് നമ്മളെ വഴിയാണേ. അങ്ങനെ നമ്മുടെ മെയിൻ റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ അനിയൻ്റെ വണ്ടിയാണ് കേട്ടോ, ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ. അങ്ങനെ നമ്മുടെ തൊട്ടടുത്ത പട്ടണത്തിലെത്തിയിട്ടുണ്ട്. ലാബിൽ ചെന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളത് കൊടുത്തു. പിന്നെ എന്നെ റിസൾട്ട് കിട്ടാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചായ കുടിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു ഹോട്ടലിൽ കയറി കേട്ടോ. ഞാൻ ഒന്നും കഴിച്ചൊന്നുമില്ല. അവൾ ചായയുടെ ആളാണ്. അവൾക്ക് ഇരിക്കാനൊരു കസേര കിട്ടി. ഒരുപാട് താഴെയായിപ്പോയി കേട്ടോ. പിന്നെ അവൾ എന്നിട്ട് നിന്നു. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പതിയെ ഇറങ്ങി. അപ്പോഴത്തേക്കും റിസൾട്ടൊക്കെ ആയിട്ടുണ്ട്. ചുമ്മാ രസം. അങ്ങനെ ഹോമിയോ ചെന്നപ്പോൾ ഇതേ അവിടെ ഡോക്ടറില്ല കേട്ടോ, പെട്ടുപോയി. ഇനി ഡോക്ടറിനെ ചെറിയ 5 വയസ്സ് വരെയുള്ള ചെറിയ പിള്ളേർക്ക് കിടന്ന് ഡോക്ടറില്ലാതെ മരുന്ന് കിട്ടത്തില്ല. അവിടെ കളിക്കാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവളെ കുറേ നേരം അതിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയ 2 കാര്യങ്ങളും നടന്നില്ല. പിന്നെ വല്ലപ്പോഴും അല്ലേ വെളിയിലോട്ട് ഇറങ്ങുന്നുള്ളൂ, നമുക്ക് സന്തോഷം. എനിക്ക് ബൈക്ക് യാത്രയിൽ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. മറ്റു വണ്ടികൾ എനിക്ക് പറ്റത്തില്ല. നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇതൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ അവസ്ഥ. വെയിൽ കാര്യങ്ങൾ. വഴി മുഴുവൻ മോശമാണേ, എല്ലാം പോയി കിടക്കുക. അങ്ങനെ തിരിച്ച് വീണ്ടും നമ്മൾ കടയിലെത്തി കേട്ടോ. അനിയൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഗ്യാസ് കുറ്റി കുറച്ച് ദിവസമായിട്ട് അവിടെ തന്നെ ഇരിപ്പാണ്. ഗ്യാസുകാർ വരുന്നില്ല കേട്ടോ, എന്നാന്നറിയത്തില്ല. ഇതാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ അനിയൻ. പിന്നെ കുറച്ച് നേരം അവരോട് വർത്തനൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നു. ഏതായാലും ഇറങ്ങിയതല്ലേ. എൽച്ചും അടുത്ത ലക്ഷണമുണ്ട്. ഈ എൽച്ചു എന്ന് വിളിക്കുന്ന അവളുടെ പേര് എൽസബത്ത് എന്നാണ് കേട്ടോ. മൂത്തോള് വിക്ടോറിയായി. അപ്പോൾ എൽസുവിനെ എപ്പോഴും എൽച്ചു എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഇവിടുന്ന് 2 കടിയൊക്കെ മേടിച്ചു. വീട്ടിൽ കൊണ്ടുപോയി ചുമ്മാ ഇരുന്ന് കഴിക്കാമല്ലോ. പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വേണം ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ. പിന്നെ അനിയൻ്റെ ഓട്ടോയെ കയറ്റി ഞങ്ങൾ പറഞ്ഞു വിട്ടു. ഹസ്ബൻഡ് നേരെ ഇരാറ്റുപേട്ടയ്ക്ക് പോയി കേട്ടോ. പിന്നെ ഉള്ള കപ്പയും സാധനങ്ങളൊക്കെ ആയിട്ട് വലിച്ചു തൂക്കി വീട്ടിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു, അതെല്ലാം കഴിച്ചു. നോക്കി നമ്മുടെ ചേമ്പെല്ലാം വാന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലയൊക്കെ മഞ്ഞ കളറിലേക്ക് വരും. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ കായൊക്കെ അത്യാവശ്യം മൂത്തതാണ്. കണ്ടോ, മഞ്ഞ കളറിൽ വാന്ന് നിൽക്കുക എന്ന് പറയും, ഒടിഞ്ഞ്. അങ്ങനെ അത് പറിക്കും, അപ്പം തന്നെ അത് വെട്ടി ശരിയാക്കി അത് നട്ടു വെക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സമയം കിട്ടത്തില്ല. അത് അപ്പോൾ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇത്
നോക്കി ഇവൻ്റെ കാര്യം പറഞ്ഞ രസമാണ്. ഏത് നേരമുണ്ടോ എല്ലാ സമയത്തും ഇതുപോലെ ചൊറിച്ചില്ല. ചൊറിച്ചിൽ, കടിച്ച് പറി, കേട്ടോ, നക്ക്. ഞാനോർത്ത് ഭയങ്കര ക്ലീനിങ് ആണെന്ന്. ക്ലീനിങ് മാത്രമല്ല കേട്ടോ, അവൻ്റെ ദേഹത്ത് എന്തൊക്കെയോ ഉണ്ട്. ഓൾ ടൈം ഇതാ അവൻ്റെ പരിപാടി. കണ്ടോ, വിരലൊക്കെ കടിച്ച് പറിക്കുക. ഇത് മൂത്തയാൾ കളിയും ബോളമൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഈ സ്റ്റെപ്പിലാണ് ഇവരുടെ പരിപാടി മൊത്തം. കഞ്ഞിയും കറിയും അപ്പം ഉണ്ടാക്കലൊക്കെ. രണ്ടുപേരും എച്ചുണ്ട് കൂടെ. കഴിഞ്ഞ ഒരു 8-9 മാസം മുമ്പ് നമ്മൾ വെച്ച കമുകാണ് കേട്ടോ. അത്യാവശ്യമൊക്കെ വളർന്നിട്ടുണ്ട്. വളമൊന്നും ഇട്ടില്ല. പണ്ടൊക്കെ ഈ പന വെച്ചായിരുന്നല്ലോ നമ്മൾ വീടിന് മേഞ്ഞിരുന്നത്, ഓർക്കുന്നുണ്ടോ? ഈ എടുത്തോലൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നോക്കുമ്പോൾ ഇതേ പറമ്പിൽ ഒരോല വീണ് കിടപ്പുണ്ട്. രാത്രിക്ക് ഒച്ച കേട്ടായിരുന്നു. ഒരു വിറക് ഒടിഞ്ഞ് കിടപ്പുണ്ട്. നമുക്ക് അടുപ്പൊന്നുമില്ല, ഗ്യാസാണ് കേട്ടോ. എന്നാൽ പോലും വിറക് കാണുമ്പോൾ ഒരു ഇതാണ്. ഞാൻ വെറുതെ പെറുക്കി കൊണ്ടുപോയി വെക്കും. എപ്പോഴെങ്കിലും വേനലൊക്കെ എടുക്കുമ്പോഴത്തേനും നമുക്ക് ഉപയോഗിക്കാമല്ലോ. മുറ്റത്ത് അടുപ്പ് കൂട്ടാം. ഇത് കണ്ട ഒരു കൊക്കോമര വീണ് കിടക്കുന്നത്. പിള്ളേർ പറയും കേട്ടോ അത് കുതിരയാണ്. അതിൻ്റെ മേളിൽ കയറുന്നിട്ട് ആടിക്കൊണ്ടിരിക്കും. നല്ല രസമുണ്ട്. ഇന്ന് നമ്മുടെ റബ്ബർ വെട്ടുന്ന ചേട്ടൻ റബ്ബർ വെട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കേട്ടോ റബ്ബർ വെട്ടിയിട്ടുണ്ട്. ഒട്ടുപോലൊക്കെ കുറേ നിലത്ത് കിടപ്പുണ്ട്. പിന്നെ വിറക് എടുത്തുകൊണ്ട് പതുക്കെ താഴോട്ട് ചുമ്മാ അവിടെ കൊണ്ട് ഇടും. ഇവിടെയും കുറച്ചൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് ചേമ്പൊക്കെ കേട്ടോ. ഉണ്ടപണി ഉണ്ടാട്ടെ. ചുമ്മാ സ്ഥലം കിടക്കുന്നത് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ നട്ട് വെക്കാൻ തോന്നും. പിന്നെ ഇളക്കമണ്ണല്ല കേട്ടോ, കടുപ്പമുള്ള മണ്ണാണ്. നമ്മൾ ഒരു നിറച്ച് കല്ല എന്തോ ഒരു കുത്തിയാലും മണ്ണ് ഇളകത്തില്ല. അങ്ങനെ ലൈവൊക്കെ ആയി പരിപാടിയായി ഒരു ദിവസം അങ്ങ് അവസാനിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.